നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോം മെയ്ഡ് ഫെയർനെസ് ഫേസ് പാക്ക് ആണ്. അപ്പൊ ഈ ഒരു പാക്ക് നമുക്ക് ഫേസ് പാക്ക് ആയിട്ടും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഫേസ് സ്ക്രബ് ആയിട്ടും യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മുടെ സ്കിന്നിന്റെ ഫെയർനെസ് കൂട്ടാൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പൊ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനും ബ്രൈറ്റ്നെസ് കിട്ടാനും അതുപോലെ തന്നെ ഫെയർനെസ് കൂട്ടാനും ഫേസ് ക്ലിയർ ആക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു പാക്ക് ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആദ്യം ഫേസ് പാക്ക് ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തത്. പിന്നെ ചേർത്ത് കൊടുത്തത് ഒരു ടേബിൾ സ്പൂൺ ചന്ദനത്തിൻ്റെ പൊടി. ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്, നല്ല കട്ട തൈര്, ഒരു ടേബിൾ സ്പൂൺ തൈര്. ഇനി തൈരിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പാലെടുക്കാം, റോസ് വാട്ടർ എടുക്കാം, അതൊക്കെ നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ വേണമെങ്കിൽ ഒരു നുള്ളു കസ്തൂരി മഞ്ഞൾ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ ഫേസ് പാക്ക് ആയിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തത്. നിങ്ങൾ സ്ക്രബായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചൊരു തരി പോലെയുള്ള അരിപ്പൊടി നമുക്ക് എടുക്കാം. പിന്നെ ഇത് നല്ലൊരു പാക്കാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിൻ്റെ ഫെയർനെസ് കൂട്ടാൻ സഹായിക്കുന്ന, അതുപോലെ തന്നെ ഗ്ലോ കൂട്ടാൻ സഹായിക്കുന്ന നല്ലൊരു പാക്കാണ്. നമ്മൾ റെഗുലർ ബേസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാറ്റം നമ്മുടെ സ്കിന്നിന് എന്തായാലും ഉണ്ടാവും. കാരണം ചന്ദനത്തിൻ്റെ പൊടിയൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ ഫെയർനെസ് കൂട്ടാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്കിന്ന് നല്ലോണം ക്ലിയർ ആവാനൊക്കെ സഹായിക്കുന്നതാണ്. പിന്നെ അരിപ്പൊടി ആണെങ്കിലും നന്നായിട്ട് സ്കിന്നിനെ ലൈറ്റൻ ചെയ്യും, തൈരും സ്കിന്നിനെ ലൈറ്റൻ ചെയ്യും. അപ്പോൾ നല്ലൊരു എന്താ പറയുക ഹോം മെയ്ഡ് ഫെയർനെസ് പാക്കാണ്. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ വേണം നിങ്ങൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അപ്പോഴേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ എപ്പോഴും എന്താ പറയുക കിടക്കുന്നതിന് മുന്നൊക്കെ ആയിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്താൽ മതി. പിന്നെ ആഴ്ചയിൽ ഒരു 3 തവണയൊക്കെ നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ സെമി ഡ്രൈ ആക്കാൻ വെക്കുക. എന്നിട്ട് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം. അപ്പോൾ കഴുകുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം എളുപ്പം ഈ ഒരു പാക്ക് നമ്മുടെ സ്കിന്നിലോട്ടേക്ക് അബ്സോർബ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ നിങ്ങൾ പാക്ക് സെമി ഡ്രൈ ആയതിനു ശേഷം കുറച്ച് വെള്ളത്തുള്ളികളൊന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കഴുകി ജസ്റ്റ് ഒന്ന് പാഡ് ഡ്രൈ ചെയ്തു. അപ്പോൾ ഇതാണ് റിസൾട്ട്. നല്ലൊരു ബ്രൈറ്റ്നെസ് നമ്മുടെ ഫേസിനുണ്ട്, മാത്രമല്ല നല്ലൊരു ഗ്ലോ ഉണ്ട്. പിന്നെ നമ്മുടെ സ്കിന്നിനെ അങ്ങനെ ഡ്രൈ ആക്കുന്നില്ല, കാരണം നമ്മൾ തൈരൊക്കെയാണ് യൂസ് ചെയ്തത്. സ്കിന്നിനെ നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു പാക്ക് തന്നെയാണ്. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ റെഗുലർ CTM റൂട്ടീൻ ചെയ്യാം, അല്ലെങ്കിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം, റോസ് വാട്ടർ ടോണറായിട്ട് യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ സ്കിന്നിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്നും പറയാറുള്ളത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ.